സത്യവിശ്വാസികളെ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും പിന്താങ്ങാനും അതുപോലെ തന്നെ ഈ ദീനിനെ നിലനിർത്താനും അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് സ്വഹാബികൾ. അവരിൽ ഓരോരുത്തരുടെയും ചരിത്രം പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈമാനിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പരലോക ചിന്തയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. ആ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ട ഒരാളിലും അതിന്റെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാതെ കടന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ രണാങ്കണത്തിൽ ശുഹദാക്കളുടെ ശരീരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടാളുകളുടെ ശരീരത്തിനടുത്താണ് കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിന്നത്. ഒന്ന് അവിടുത്തെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹുവിന്റെ അടുക്കൽ, രണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ശരീരത്തിനടുക്കൽ. സഹോദരങ്ങളെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഏറ്റവും ആഡംബര ജീവിതം ജീവിച്ചിരുന്ന, ഏറ്റവും നല്ല സുഖലോലുപതകളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഹുനാസ ബിൻത് മാലിക് മക്കയിലെ സമ്പന്നരായ ആളുകൾപ്പെട്ട ആളായിരുന്നു. മാത്രമല്ല, മകനോട് അങ്ങേയറ്റ ഇഷ്ടവും സ്നേഹവുമായിരുന്നു. മകൻ ഏറ്റവും മൃദുലമായ വസ്ത്രങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മകനെ അണിയിച്ചൊരുക്കുമായിരുന്നു. മകന്റെ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ പോലും സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു. മക്കയിലൂടെ തെരുവുകളിലൂടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി മനസ്സിലാകുമായിരുന്നു മുസ്അബ് കടന്നുപോയിട്ടുണ്ട്. അന്ന് മക്കയിൽ ലഭിച്ചിരുന്ന ഹദ്റമിയായ നഅലുകളാണ്, ചെരുപ്പുകളാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ റഅയ്തു ബിമക്ക أحسن لمة وأرق حلة ولا أنعم من مصعب بن عمير. മുസ്അബ് ബിൻ ഉമൈറിനേക്കാളും ഏറ്റവും നല്ല മുടിയും ഏറ്റവും നല്ല മൃദുലമായ വസ്ത്രങ്ങളും ഏറ്റവും നല്ല സുഖലോലുപതകളും ജീവിച്ചിരുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, യുവാവായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദീൻ പറയുന്നുണ്ട്, തൗഹീദ് പറയുന്നുണ്ടെന്നറിഞ്ഞ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ദാറുൽ അർഖമിൽ എത്തുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം രഹസ്യമാക്കി വെച്ചു, ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ ഉമ്മയെ അറിയിച്ചു, നിങ്ങളുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉപ്പയുടെയും പൂർവ്വപിതാക്കളുടെയും ദീനിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നറിയിച്ചു. ഉമ്മ ശക്തമായ താക്കീത് ചെയ്തു, പല രീതിയിൽ ശ്രമിച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മാറാൻ തയ്യാറായില്ല. അവസാനം വീട്ടു തടങ്കലിലായിക്കൊണ്ട് 3 വർഷക്കാലം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ പൂട്ടിയിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പുറത്തേക്ക് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടൊപ്പം താമസിച്ചു, അവരോടൊപ്പം നിന്നു. ഏറ്റവും നല്ല ആഡംബര ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഏറ്റവും ദരിദ്രനായിക്കൊണ്ട്, ദുനിയാവിനോട് വിരക്തിയുള്ളവനായിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് കാണാനിടയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോൾ കണ്ണ് നനയാറുണ്ടായിരുന്നു. സ്വഹാബികൾ തലതാഴ്ത്തിയിരിക്കാറുണ്ടായിരുന്നു. കാരണം അവർ കണ്ടിട്ടുള്ളതാണ് മുസ്അബ് റളിയല്ലാഹുവിന്റെ ജീവിതം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദർ റജുൽ, ഈ വ്യക്തിയിലേക്ക് നോക്കൂ, ഇവനിലേക്ക് നിങ്ങൾ നോക്കൂ. അല്ലദീ ഖദ് നവ്വറല്ലാഹു ഖൽബഹു, ആ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നിറച്ചിട്ടുണ്ട്. ലഖദ് റഅയ്തു ബൈന അബവൈഹി യഗ്ദുവാനിഹി ബിഅത്യബി അത്'ആമി വശറാബ്, ഈ വ്യക്തി മുസ്അബ് അവരുടെ മാതാപിതാക്കളുടെ അടുക്കൽ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണവും ഏറ്റവും വിശിഷ്ടമായ പാനീയങ്ങളും കഴിച്ച് ജീവിച്ചിരുന്നവനാണ്. ഫദആഹു ഹുബ്ബുല്ലാഹി വറസൂലുഹു ഇലാ മാ തറൗൻ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് മുസ്അബിനെ എത്തിച്ചത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ്. അല്ലാഹുവിനോടും റസൂലിനോടും ഇഷ്ടം, ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിട്ടു. സഹോദരങ്ങളെ, മഹത്തായ ചരിത്രമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റേത്. നാം ചിന്തിക്കണം, ഇന്ന് നാം ഓരോരുത്തരും മുസ്ലിമായി ജീവിക്കുമ്പോൾ, മുസ്ലിം യുവത്വത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റേത്. അവിടുന്ന് നുബുവത്തിന്റെ 5-ാം വർഷം ആദ്യമായി അബ്സിനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജ്റ പോയപ്പോൾ ആ കൂട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പിന്നീട് മക്കക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വാർത്ത കേട്ടപ്പോൾ കുറച്ചാളുകൾ തിരിച്ചു വന്നു. അങ്ങനെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. പിന്നീട് നുബുവത്തിന്റെ 7-ാം വർഷം മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങൾ ശഅബ് അബീ താലിബിൽ ഉപരോധിച്ചപ്പോൾ അവിടെയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുസ്അബ് ബിൻ ഉമൈർ ഏറ്റവും ആഡംബര ജീവിതം ജീവിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാധിച്ച പട്ടിണിയും ബുദ്ധിമുട്ടും മുസ്അബിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പാമ്പതിന്റെ തൊലി ഉരിയുന്നത് പോലെ മുസ്അബിന്റെ ശരീരത്തിൽ നിന്ന് ലോലമായ തൊലി നീങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ നിൽക്കാൻ സാധിക്കാതെ മുസ്അബിനെ ഞങ്ങൾ താങ്ങിപ്പിടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നുബുവത്തിന്റെ 12-ാം വർഷം
മദീനയിൽ നിന്ന് അഖബയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട 12 ആളുകൾ. അവരോടൊപ്പം ദീന് പഠിപ്പിക്കാൻ വേണ്ടി, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തു മദീനയിലേക്ക് ദഅവത്തിനായി. അവ്വലു സഫീറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആദ്യത്തെ അംബാസഡറായി, ദീനിനെ എത്തിക്കുന്ന ആളായിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ദഅവത്ത് മഹത്തരമാണ്. അദ്ദേഹം മദീനയിലെത്തി ഓരോ വീട്ടിലും, ഓരോ ഗോത്രത്തിലും, ഓരോ നേതാക്കന്മാരുടെ അടുക്കലും ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു. അസ്അബ് ഇബ്നു സുറാറ എന്ന മദീനക്കാരനായ മുസ്ലിമായ വ്യക്തിയുടെ സഹായത്തോടുകൂടി ആ മുസ്അബ് റളിയല്ലാഹുവിന്റെ ദഅവത്തിലാണ് സഹോദരങ്ങളെ മദീനയിലെ നേതാക്കന്മാരായിട്ടുള്ള സഅദ് ഇബ്നു മുആദ്, അതുപോലെ തന്നെ ഉസൈദ് ഇബ്നു ഹുദൈർ, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇതുപോലെയുള്ള ശ്രേഷ്ഠരായ സ്വഹാബികൾ ഇസ്ലാമിലേക്ക് വന്നത്. പിന്നീട് ധാരാളം പേർ വന്നു. പിറ്റത്തെ വർഷം അഖബയിലേക്ക് വരുമ്പോൾ 70ഓളം മുസ്ലിമുകളുമായി മദീനയിൽ നിന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ വിജയം അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. എന്നിട്ട് അറിയിച്ചു, മദീനയിൽ ഒരു സ്ഥലം പോലുമില്ല റസൂലേ തൗഹീദിന്റെ സന്ദേശം എത്താത്തത്, ഒരു ഗോത്രം പോലുമില്ല അവിടെ ഒരു മുവഹിദ് ഇല്ലാതെ. അങ്ങനെ കുറച്ചു കാലം അവിടെ തങ്ങി വീണ്ടും മദീനയിലേക്ക് പോയി. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല സുഖം ലഭിക്കുന്ന, ഏറ്റവും നല്ല ആഡംബര ജീവിതത്തിൽ നിന്ന് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ജീവിതം തെരഞ്ഞെടുക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇസ്ലാമാണ്. അത് ഇസ്ലാമാണ്. എന്നിട്ട് ദഅവത്തിന് വേണ്ടി നാട് വിട്ടുപോയി. അതുപോലെ തന്നെ 2 തവണ ഹിജ്റ ചെയ്ത് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിൽ ഏറ്റവും തൽപരത കാണിച്ചു. മദീനയിൽ ആദ്യമായി ജുമുഅ നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി പ്രകാരം മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ജുമുഅ നിർവഹിച്ചത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി ജീവിതം തെളിയിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. ജീവിതം മാത്രമല്ല, അവിടുത്തെ മരണവും കണ്ണീരോടുകൂടിയല്ലാതെ വായിക്കാൻ സാധിക്കാത്ത ചരിത്രമാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ കഴിഞ്ഞെത്തി. ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമായിരുന്നു ഉഹദ്. ഉഹദിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ പതാക, തൗഹീദിന്റെ പതാക, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഒരു യുദ്ധസൈന്യത്തിൽ പതാക ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചങ്കൂറ്റവും ഏറ്റവും ധീരതയും ഏറ്റവും സൈര്യവുമുള്ള ആൾക്കാണ് ഏൽപ്പിക്കുക. കാരണം സൈന്യത്തിന്റെ പതാക വീണ് കഴിഞ്ഞാൽ സൈന്യം തകർന്നു എന്ന അറിയിപ്പായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ മുന്നിലായി നയിക്കപ്പെട്ടു. അങ്ങനെ ഉഹദിന്റെ 2-ാമത്തെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ട് മുസ്ലിമുകൾ ചിന്ന ഭിന്നമായി ഓടിയുമ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിൽ വലത് കൈയിൽ ഇസ്ലാമിന്റെ പതാകയും ഇടത് കൈയിൽ വാളും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പാരായണം ചെയ്ത സൂക്തം നമുക്കറിയാം. അദ്ദേഹം പാരായണം ചെയ്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ്. മുൻപും പല റസൂലുകളും അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബികും. ആ റസൂൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന്, ഈ ജിഹാദിൽ നിന്ന്, ഈ ദീൻ അനുസരിക്കുന്നതിൽ നിന്ന്, പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോയാലും അള്ളാഹുവിനൊരു ദോഷവും വരാനില്ല. വസയജ്സില്ലാഹു ശാകിരീൻ. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുശ്രിക്കുകളിൽപ്പെട്ട ഇബ്നു ഖമിഅ അദ്ദേഹത്തിന്റെ അടുക്കലെത്തുകയും അദ്ദേഹത്തിന്റെ വലത് കൈയിൽ വെട്ടുകയും ചെയ്തു. പതാക പിടിച്ചിരുന്ന വലത് കൈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റ് വീഴുമ്പോഴും അദ്ദേഹം നോക്കിയത് ആ കൈയിലേക്കല്ല, അദ്ദേഹം നോക്കിയത് ഇസ്ലാമിന്റെ പതാകയിലേക്കാണ്. അദ്ദേഹം ഇടത് കൈയിലെ വാളിട്ടുകൊണ്ട് ഇടത്തെ കൈയിലെ ആ പതാകയെ പിടിച്ചു നിന്നു. ഇബ്നു ഖമിഅ അദ്ദേഹത്തിന്റെ ഇടതുകരവും വെട്ടി. അപ്പോഴും ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് വീഴുന്ന കൈയിലേക്കല്ല നോക്കിയത്, ആ പതാകയിലേക്കാണ്. അറ്റുപോയ കൈയിന്റെ ബാക്കി ഭാഗം കൊണ്ട് വീഴുന്ന പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആ സഹാബിയുടെ നെഞ്ചത്തേക്ക് ഇബ്നു ഖമിഅ കുന്തം കുത്തിയിറക്കി രക്തം വാർന്നൊലിച്ച ഭൂമിയിലേക്ക് മുഖം കുത്തിക്കൊണ്ടാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ മരണപ്പെട്ടു വീഴുന്നത്. സഹോദരങ്ങളെ, ഷഹീദായി വീഴുന്നത്. പിന്നീട് ഉഹദ് യുദ്ധത്തിന് ശേഷം ശുഹദാക്കളെ ശരീരത്തിനടുത്തുകൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയുടെ അടുക്കലൂടെ പോയി. മക്കയിലെ ഏറ്റവും ആഡംബര ജീവിതം നയിച്ചിരുന്ന യുവാവ്, ഏറ്റവും സമ്പന്നതയിൽ ജീവിച്ചിരുന്ന യുവാവ്, ഏറ്റവും നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചിരുന്ന യുവാവ്, അതാ തന്റെ ഇരുകരങ്ങളും മറ്റുകൊണ്ട് മുഖം സ്വന്തം രക്തത്തിലും മണ്ണിലും മുക്കി നിന്നുകൊണ്ട് നിൽക്കുന്ന ആ സ്വഹാബിയുടെ അടുക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, മിനൽ മുഅ്മിനീന റിജാലുൻ. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിക്കുന്നവരാണ്, അവർ സിദ്ഖ് കാണിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ സത്യസന്ധത കാണിക്കുന്നവരാണ്. ഫമിൻഹും മൻ ഖളാ നഹ്ബഹ്.
അതിലതാ ചില ആളുകൾ അവരെ കരാർ പൂർത്തീകരിച്ചിരിക്കുന്നു. വമിൻഹും മയ്യൻതളിർ, അതിൽ ചിലരതാ അത് കാത്തു നിൽക്കുന്നു. വമാ ബദ്ദലു തബ്ദീല, അവരുടെ ആ നിലപാടിൽ ഒരു മാറ്റവും നിങ്ങൾ കണ്ടെത്തുകയില്ല, അവരുടെ ആ നിലപാടിൽ ഒരു മാറ്റവും കണ്ടെത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീഅത്തിന് അടുക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ, അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ അനുസരിക്കാൻ, ഹറാമുകൾ ഒഴിവാക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിൽ മുന്നേറാൻ എന്താണ് നമുക്ക് തടസ്സമായിട്ടുള്ളത്? നമ്മെ മുൻകടന്ന സ്വഹാബികളുടെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഏടുകളാണ് ഈ ഓരോ സ്വഹാബികളെയും ചരിത്രം നമ്മെ അറിയിക്കുന്നത്. എന്താണ് ഇന്നത്തെ മുസ്ലിം യുവാക്കളുടെ അവസ്ഥ? എന്താണ് ഇന്നത്തെ മുസ്ലിം യുവത്വം മുന്നോട്ട് വെക്കുന്നത്? എന്തിലേക്കാണ് അവർ ആഗ്രഹിക്കുന്നത്? ആരെയാണ് അവർ മാതൃകയാക്കുന്നത്? നിങ്ങൾക്കറിയുമോ, പിൽക്കാലത്ത് സ്വഹാബികൾ ഈ സ്വഹാബിയുടെ ചരിത്രം ഓർത്തിരുന്നത് എങ്ങനെയാണെന്ന്? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. ഖബ്ബാബ് ബിൻ അറത്ത് അടിമയായി ഒരുപാട് ഉപദ്രവം സഹിച്ച സ്വഹാബിയാണ്. പക്ഷേ ഇസ്ലാം കിഴക്കും പടിഞ്ഞാറും എത്തി, അതുപോലെ തന്നെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇസ്ലാം വിജയിച്ച കാലത്തും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഹാജർന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഹിജ്റ ചെയ്തു. നബ്തഗി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, വവജബ അജ്റുനാ അലല്ലാഹ്, നമ്മുടെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന് നിർബന്ധമായിരുന്നു. ഫമിന്ന മൻ ഖദാ ലം യഅകുൽ മിൻ അജ്രിഹി ഷൈആ, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ അവർ ഭക്ഷിച്ചിട്ടില്ല, അവർക്കൊന്നും കിട്ടിയിട്ടില്ല ദുനിയാവിൽ നിന്ന്. മിൻഹും മുസ്അബ് ബിൻ ഉമൈർ, അവരിൽപ്പെട്ട ആളാണ് മുസ്അബ് ബിൻ ഉമൈർ. ഖുതില യൗമ ഉഹദ്, ഉഹദിന്റെ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. ഫലം നജിദ് ഷൈഅൻ നുകഫിനുഹു ഫീഹി ഇല്ലാ നമിറതൻ, അദ്ദേഹത്തിന്റെ ശരീരം കഫൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല, ഒരു തുണിയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. കുന്നാ ഇദാ ഗത്തൈനാ ബിഹാ റഅസ ഖറജത് റിജ്ലാഹ്, അദ്ദേഹത്തിന്റെ തല അതുകൊണ്ട് മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്താകുമായിരുന്നു. ഫൈദാ ഗത്തൈനാ റിജ്ലൈഹി ഖറജ റഅസു, കാല് മറച്ചിരുന്നെങ്കിൽ തല വെളിവാകുമായിരുന്നു. ഫഅമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുഗത്തി റഅസഹു ബിഹാ വനജഅൽ അലാ റിജ്ലൈഹി മിൻ ഇദ്ഖിർ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ മുഖം ആ തുണി കൊണ്ട് മറച്ച് കാലിൽ പുല്ല് വെച്ച് കെട്ടിക്കൊണ്ട് കഫൻ ചെയ്ത് മറമാടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബികൾ അങ്ങനെ ചെയ്തു. സഹോദരങ്ങളെ ചിന്തിക്കൂ. ഈമാനിന്റെ ആസ്വാദനം ഖൽബിൽ ലഭിച്ചപ്പോൾ ശരീരത്തിന് ലഭിച്ചിരുന്ന ഭൗതികമായിട്ട് എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ അതൊന്നും നഷ്ടമല്ല എന്ന് ബോധ്യപ്പെട്ട സ്വഹാബികൾ ജീവിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. അവർ പ്രവേശിക്കാൻ ആഗ്രഹിച്ച സ്വർഗത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ നിയ്യത്തുകൾ എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ്? നാം ചിന്തിക്കുക. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ധാരാളമാണ്. നാം ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. സഹോദരങ്ങളെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുസ്ലിം യുവാക്കൾക്ക് ഒരു മാതൃകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് മുസ്ലിം യുവാക്കൾ അവർ മാതൃകയാകുന്നത് ആരെയാണ്? അവർ എന്തിനു പിന്നാലെയാണ് പോകുന്നത്? ഭൗതികമായ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രമോ? ആഡംബരമായ ജീവിതങ്ങൾക്ക് മാത്രമോ? വലിയ വലിയ വീടുകളും വസ്ത്രങ്ങളും ഉന്നതമായ അതുപോലെയുള്ള കാര്യങ്ങളും കാണുമ്പോൾ, ഭൗതികമായ നേട്ടങ്ങൾ കാണുമ്പോൾ കണ്ണഞ്ചി പോകുന്ന ആളുകളായിട്ടാണോ മുസ്ലിം സമൂഹം, മുസ്ലിം യുവത്വം മാറുന്നത്? ഒരിക്കലും അങ്ങനെയല്ല മുസ്ലിമീങ്ങളാകേണ്ടത്. അവർ പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ വജുഹുമാണ് അവർ ലക്ഷ്യമായി വെക്കേണ്ടത്. നമുക്കറിയുമോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഓർത്ത ഒരു സംഭവം കാണാം. സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്ലാമിൽ ധാരാളമായി സമ്പത്ത്, അന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്. പിന്നീടും സമ്പന്നതയിലും അധികാരത്തിലുമെല്ലാം ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ വിശിഷ്ടമായ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം ആ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു. കുഫിന ഫീ ബുർദത്തിൻ ഇൻ ഗുത്തിയ റഅസുഹു ബദത് റിജ്ലാഹ് വഇൻ ഗുത്തിയ റിജ്ലാഹ് ബദ റഅസഹ്, അദ്ദേഹത്തിനെ കഫൻ ചെയ്തത് തലമറച്ചാൽ കാല് കാണുന്ന, കാല് മറച്ചാൽ തല കാണുന്ന അങ്ങനെ ഒരു തുണിയിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കിതാ ദുനിയാവിൽ നിന്ന് നൽകപ്പെട്ടതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു, എല്ലാവിധ അധികാരവും സമ്പത്തും നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം ഉള്ളത്. വഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം ഭയപ്പെടുന്നു നമ്മുടെ നന്മകളെല്ലാം ദുനിയാവിൽ തന്നെ നൽകപ്പെടുകയാണോ എന്ന്, നമുക്കുള്ള പ്രതിഫലമെല്ലാം ദുനിയാവിൽ തന്നെ പ്രതിഫലം നൽകപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് ഭക്ഷിച്ചില്ല. സഹോദരങ്ങളെ, നാം ആലോചിക്കുക. നമ്മുടെ ദീന് കൊണ്ട്, നമ്മുടെ ഈമാന് കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്.
അള്ളാഹുവിന്റെ പ്രീതിയും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്. ദുനിയാവിന്റെ നേട്ടങ്ങളല്ല നമ്മുടെ കർമ്മങ്ങളുടെ ലക്ഷ്യമായി നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, ഇതുപോലെ ജീവിതത്തിൽ ത്യാഗം സഹിച്ച, ജീവിതത്തിൽ പലതും ത്യജിച്ച, ഇസ്ലാമിന് വേണ്ടി ഈമാനിന് വേണ്ടി ജീവിച്ച സ്വഹാബികൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ള നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദഅവത്തിന്റെ മേഖലയിൽ രാപ്പകലുകൾ പരിശ്രമിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളായിട്ടുണ്ട്. എന്താണ് നാം അള്ളാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കാൻ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിൽ എന്താണ് നാം ചെയ്യുന്നത്? നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും നമ്മുടെ മക്കളും മാത്രമാണോ നമ്മുടെ ചിന്ത? ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ ദീന് പഠിച്ച് പ്രവർത്തിച്ച് അത് പ്രബോധനം ചെയ്താൽ തീർച്ച അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കും ഉണ്ടാകും ഇരുലോകത്തും. നോക്കൂ, ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ശ്രേഷ്ഠമായ സ്ഥാനമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഷഹീദാകുന്നതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ എന്തെല്ലാം നേട്ടങ്ങൾ ഇരുലോകത്തും ഉപകരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലെയുള്ള സ്വഹാബികളുടെ ചരിത്രങ്ങൾ കേൾക്കുക, പഠിക്കുക, വായിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവരുമായിട്ട്, അവരുടെ ഈമാനും കർമ്മങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.